നമസ്കാരം. ക്രൈം വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ കാണാം. കാസർഗോഡ് ചെർക്കളയിൽ സദാചാര പോലീസ് ചമഞ്ഞ് ഗുണ്ടകൾ വിദ്യാർത്ഥിയെ മർദ്ദിച്ചു. മർദ്ദനമേറ്റത് B.Ed വിദ്യാർത്ഥിക്ക്. തലയ്ക്കും കൈക്കും കുത്തേറ്റ വിദ്യാർത്ഥി ആശുപത്രി. തലശ്ശേരി ഫസൽ വധക്കേസിൽ നിർണായക വഴിത്തിരിവ്. താൻ ഉൾപ്പെടുന്ന RSS പ്രവർത്തകരാണ് ഫസലിനെ കൊലപ്പെടുത്തിയതെന്ന് പടുവിലായി മോഹനൻ വധക്കേസിലെ പ്രതി സുബീഷ്. ബാങ്കുകളും സ്വർണ്ണക്കടകളും കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന അന്തർ സംസ്ഥാന സംഘത്തിലെ 2 പേർ കാസർഗോഡ് പിടിയിൽ. ചെറുവത്തൂരിൽ വിജയ ബാങ്ക് കൊള്ളയടിച്ച കേസിൽ കോടതി വിധി നാളെ. സോളാർ ഇടപാടിൽ വ്യവസായി MK കുരുവിളയിൽ നിന്ന് പണം തട്ടിയെടുത്തുന്ന കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരായ വിധിയിൽ സ്റ്റേ ഇല്ല. ഉമ്മൻചാണ്ടി ഡിസംബർ 1 നേരിട്ട് ഹാജരാകണമെന്ന് ബാംഗ്ലൂർ സെഷൻസ് കോടതി. സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കില്ലെന്ന് കരുതി എരുമേലിയിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. ജീവനൊടുക്കിയത് പമ്പാവാലി പുത്തൻ വീട്ടിൽ ഓമനക്കുട്ടൻ. കൊല്ലത്ത് ATM-ൽ ക്യൂ നിന്നയാൾ കുഴഞ്ഞു വീണ് മരിച്ചു. സ്വർണ്ണക്കടകളും കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന അന്തർ സംസ്ഥാന സംഘത്തിലെ 2 പേർ കാസർഗോഡ് പിടിയിലായി. കുണ്ടംകുഴിയിലെ സുമംഗലി സ്വർണ്ണക്കട കവർച്ചയിലാണ് അറസ്റ്റ്. മറ്റ് സംസ്ഥാനങ്ങളിൽ സംഘം സമാന നിലയിൽ കവർച്ച നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. കാസർഗോഡ് ബ്യൂറോ നൽകുന്ന ആദ്യ റിപ്പോർട്ടിലേക്ക്. കാസർഗോഡ് കുണ്ടംകുഴിയിലെ സുമംഗലി ജ്വല്ലറിയിൽ നിന്ന് 56 പവൻ സ്വർണം കവർച്ച ചെയ്ത ശേഷം തെളിവുകൾ അവശേഷിപ്പിക്കാതെ രക്ഷപ്പെട്ട സംഘത്തിലെ 2 പേരെയാണ് ആദൂർ CIയുടെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. UP ധനപുര സ്വദേശി 35-കാരനായ നേത്രാം, കാസർഗോഡ് നെല്ലിക്കട്ട് സ്വദേശി 38-കാരനായ മൂക്കൻ ഷെറീഫ് എന്നിവരാണ് അറസ്റ്റിലായത്. ഒരു സ്ത്രീ ഉൾപ്പെടെ സംഘത്തിലെ 4 പേരെ കൂടി പിടികിട്ടാനുണ്ട്. അറസ്റ്റിലായ നേത്രാമിന്റെ സഹോദരനാണ് കേസിലെ മുഖ്യപ്രതി. മറ്റു പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതിനാൽ അവരെയും പിടികൂടാനാകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ആദൂർ CI CB തോമസ് പറഞ്ഞു. തീർത്തും സൈബർ ഇൻവെസ്റ്റിഗേഷനിലൂടെ തന്നെ തെളിയിക്കപ്പെട്ടൊരു കേസാണ്. അവരുടെ പ്രസൻസിനെ നമ്മൾ പരിശോധിച്ച് വന്നു കഴിഞ്ഞപ്പോൾ കാസർഗോഡ് ജില്ലയിൽ കേരളത്തിലുള്ള ഒരു കണക്ഷനെ കുറിച്ച് നമുക്കുള്ള ഒരു ബോധ്യം കിട്ടി. അയാളിലൂടെ അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ഉള്ളവരിലേക്ക് കടന്നത്. ഇവരുടെ സ്വദേശം UP ആണ്. UPയിൽ ഞങ്ങൾ പോയി അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത് ഇവർ തമിഴ്നാട്ടിലും കർണാടകത്തിലും വെസ്റ്റ് ബംഗാളിലും നിരവധി കവർച്ച കേസുകൾ പ്രതികളാണ്. കേരളത്തിലുള്ള ഒരാളടക്കം 6 പേരുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 4-നായിരുന്നു കുണ്ടംകുഴിയിൽ കവർച്ച നടന്നത്. കവർച്ച നടന്ന പ്രദേശത്തെ ടവറിൽ നിന്ന് ശേഖരിച്ച 25,000 കോളുകൾ നിരീക്ഷിച്ച സൈബർ സെല്ലാണ് പ്രതികളെക്കുറിച്ച് സൂചന നൽകിയത്. പ്രതികളിൽ ഒരാൾ കാസർഗോട്ടേക്ക് വിളിച്ച കോൾ പിന്തുടർന്നാണ് പോലീസ് കവർച്ചാ സംഘത്തെ തിരിച്ചറിഞ്ഞത്. കാസർഗോഡ് സ്വദേശിയായ ഷെറീഫാണ് പ്രതികൾക്ക് വാഹന സൗകര്യം ഏർപ്പാട് ചെയ്തത്. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ ബാങ്ക് ഓഫ് ബറോഡ ശാഖയിൽ നിന്നും 42 കിലോ സ്വർണം കവർച്ച ചെയ്ത ഇതേ സംഘം കാസർഗോഡ് ചട്ടഞ്ചാലിലെ സഹകരണ ബാങ്ക് കവർച്ച ചെയ്യാനും പദ്ധതിയിട്ടിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ചെറുവത്തൂരിൽ വിജയ ബാങ്ക് കൊള്ളയടിച്ച കേസിൽ കോടതി നാളെ വിധി പറയും. കാസർഗോഡ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. 20 കിലോ സ്വർണവും 3 ലക്ഷം രൂപയും കൊള്ളയടിച്ച കേസിലാണ് കോടതി നാളെ വിധി പറയുന്നത്. കുഡ്ലു സഹകരണ ബാങ്ക് കവർച്ചയ്ക്ക് പിന്നാലെ 1 മാസത്തിനുള്ളിൽ നടന്ന മറ്റൊരു ബാങ്ക് കവർച്ചയാണ് കാസർഗോഡ് ചെറുവത്തൂരിലെ വിജയ ബാങ്ക് ശാഖയിൽ നടന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 25-നും 28-നും ഇടയിൽ ബാങ്ക് അവധിയിലായിരുന്നപ്പോഴാണ് നേരത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ മുറി വാടകയ്ക്കെടുത്ത കവർച്ചാ സംഘം 1-ാം നിലയുടെ തറ തുറന്ന് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 5 കോടി രൂപ വില മതിക്കുന്ന 20 കിലോഗ്രാം സ്വർണ്ണാഭരണങ്ങളും 3 ലക്ഷം രൂപയും കൊള്ളയടിച്ചത്. കർണാടക കുടകിലെ സുലൈമാൻ, കാഞ്ഞങ്ങാട് ബളാൾ കല്ലഞ്ചേരിയിലെ അബ്ദുൽ ലത്തീഫ്, കാഞ്ഞങ്ങാട് ബെല്ലയിലെ മുബഷീർ, ഇടുക്കി എണ്ണക്കുളത്തെ രാജേഷ് മുരളി, കാസർഗോഡ് ചെർക്കളയിലെ മനാഫ്, കാഞ്ഞങ്ങാട്ടെ അബ്ദുൽ ഖാദർ എന്നിവരാണ് പിടിയിലായത്. 6-ാം പ്രതി അഷ്റഫിനെ ഇനിയും പിടികിട്ടാനുണ്ട്. നേരത്തെ കാഞ്ഞങ്ങാട് രാജധാനി ജ്വല്ലറി കവർച്ചയിൽ ഉൾപ്പെട്ട അബ്ദുൽ ലത്തീഫാണ് വളരെ ശാസ്ത്രീയമായി കവർച്ച ആസൂത്രണം ചെയ്തത്. സുലൈമാനാണ് ബാങ്ക് ശാഖയുടെ താഴത്തെ നിലയിലെ മുറി വ്യാജവിലാസത്തിൽ വാടകയ്ക്കെടുത്തത്. രാജേഷ് മുരളിയാണ് ബാങ്കിന്റെ തറ തുറക്കുന്നതിന് സഹായിച്ചത്. 2015 സെപ്റ്റംബർ 28-ന് രാവിലെ ജീവനക്കാർ ബാങ്ക് തുറന്നപ്പോഴാണ് കവർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. ടെലിഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ കുടുങ്ങുകയായിരുന്നു. 17.5 കിലോ സ്വർണ്ണാഭരണങ്ങളും 55,000 രൂപയും വീണ്ടെടുക്കുന്നതിന് പോലീസ് സാധിച്ചു. അന്നത്തെ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഡോക്ടർ ശ്രീനിവാസ്, കാഞ്ഞങ്ങാട് DYSP ആയിരുന്ന ഹരിശ്ചന്ദ്ര നായിക് എന്നിവരുടെ മേൽനോട്ടത്തിൽ നീലേശ്വരം CI ആയിരുന്ന KE പ്രേമചന്ദ്രൻ, കാസർഗോഡ് കോസ്റ്റൽ CI ആയിരുന്ന CK സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ 25-അംഗ പ്രത്യേക പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ചത്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 85 സാക്ഷികളെ വിസ്തരിച്ചു. 1108 തൊണ്ടിമുദ്രകൾ കോടതിയിൽ ഹാജരാക്കി. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് പ്രഭാകരനാണ് കേസിൽ ഹാജരായത്.
ഇന്നലെ പരിഗണിച്ച കേസ് വിധി പറയാൻ ഇന്നത്തേക്ക് CJM അനിൽ മാറ്റിവെക്കുകയാണുണ്ടായത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തലശ്ശേരിയിൽ LDF പ്രവർത്തകൻ ഫസലിനെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായക വഴിത്തിരിവ്. താൻ ഉൾപ്പെടുന്ന RSS പ്രവർത്തകരാണ് ഫസലിനെ കൊലപ്പെടുത്തിയതെന്ന് പടുവിലായി മോഹനൻ വധക്കേസിലെ പ്രതി സുബീഷ് പോലീസിന് മൊഴി നൽകി. കേസിൽ CPIM നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പ്രതികളാണെന്ന് CBI കണ്ടെത്തിയ കേസിലാണ് നിർണായക വഴിത്തിരിവ്. തലശ്ശേരിയിൽ LDF പ്രവർത്തകൻ ഫസൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർണായക വഴിത്തിരിവാവുകയാണ് RSS പ്രവർത്തകൻ പോലീസിന് മുൻപാകെ നൽകിയ മൊഴി. ഫസൽ വധത്തിന് പിന്നിൽ RSS പ്രവർത്തകരാണെന്നും ഇരിങ്ങാലക്കുട സ്വദേശിയായ RSS പ്രവർത്തകനും RSS നേതാക്കൾ ശശിയും മനോജും താനും ഉൾപ്പെടെയാണ് ഫസൽ വധത്തിന് പിന്നിലെന്നുമാണ് മൊഴി. CPIM പടുവിലായി ലോക്കൽ കമ്മിറ്റി അംഗം മോഹനനെ വെട്ടിക്കൊന്ന കേസിൽ പോലീസ് പിടിയിലായ കുപ്പി സുബീഷ് എന്നറിയപ്പെടുന്ന സുബീഷിനെ CI വേണുഗോപാലും സംഘവും ചോദ്യം ചെയ്തപ്പോഴാണ് ഫസൽ വധക്കേസിലെ ഞെട്ടിക്കുന്ന വിവരങ്ങളും സുബീഷ് പുറത്തുവിട്ടത്. SP സഞ്ജയ് ഗുരുഡിൻ മൊഴി സംബന്ധിച്ച ദൃശ്യങ്ങളും ശബ്ദരേഖകളും DGPക്കും മുഖ്യമന്ത്രിക്കും കൈമാറി. 2006 ഒക്ടോബർ 22 പെരുന്നാൾ തലേന്നാണ് LDF പ്രവർത്തകൻ ഫസൽ കൊല്ലപ്പെട്ടത്. ഫസൽ വധത്തിന് പിന്നിൽ RSS ആണെന്നായിരുന്നു അന്ന് LDF നേതാക്കൾ ആശുപത്രിയിൽ പ്രഖ്യാപിച്ചതും. എന്നാൽ പിന്നീട് LDF CPIMന് നേരെ ആരോപണമുയർത്തി. കേസന്വേഷണം നടത്തിയവരും പിന്നീട് CBIയെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് CBI CPIM തലശ്ശേരി ഏരിയ സെക്രട്ടറി കാരായി രാജനെയും CPIM നേതാവ് കാരായി ചന്ദ്രശേഖരനെയും കേസിൽ പ്രതി ചേർത്ത് ജയിലിലടച്ചു. പിന്നീട് ഫസലിന്റെ സഹോദരനും ബന്ധുക്കളും കൊലപാതകത്തിന് പിന്നിൽ RSS ആണെന്ന് പറയുകയുണ്ടായി. കേസിൽ എറണാകുളം ജില്ലയിൽ ജാമ്യത്തിൽ കഴിയുകയാണ് കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും. ഇപ്പോൾ രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തോടെ CPIMനെ തകർക്കാൻ ഉശിരരായ സഖാക്കളെ ജയിലിലടക്കുകയാണെന്ന CPIM ആരോപണം ശരിവെക്കുകയാണ് RSS പ്രവർത്തകന്റെ മൊഴി. ഒപ്പം കേസിൽ പുതിയ വഴിത്തിരിവുമാവുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കൊട്ടേഷൻ കേസിൽ പ്രതികളായ കോൺഗ്രസ് നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. മരട് നഗരസഭാ വൈസ് ചെയർമാനായ ആന്റണി ആശാൻ പറമ്പിലിന്റെയും കൗൺസിലർ ജിൻസൺ പീറ്ററിന്റെയും ജാമ്യാപേക്ഷയിലാണ് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ വിധി പറയുന്നത്. INTUC നേതാവിനെ ഗുണ്ടകളെ വിട്ട് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിലെ പ്രതികളായ കോൺഗ്രസ് നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് കോടതി വിധി പറയുന്നത്. മരട് നഗരസഭ വൈസ് ചെയർമാൻ ആന്റണി ആശാൻ പറമ്പിലിന്റെയും കൗൺസിലർ ജിൻസൺ പീറ്ററിന്റെയും ജാമ്യാപേക്ഷയിൽ കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയായിരുന്നു. മരട് സ്വദേശിയും കരാറുകാരനുമായ ഷുക്കൂറിനെ 2013 മേയിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പരാതി. ഷുക്കൂർ ഏറ്റെടുത്ത കരാർ ജോലികൾ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഭീഷണിപ്പെടുത്തിയത്. ഇതിന്റെ തുടർച്ചയായി കഴിഞ്ഞ ഓഗസ്റ്റിലും പ്രതികൾ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്ന് നവംബർ 1 ഷുക്കൂർ പനങ്ങാട് പോലീസ് സ്റ്റേഷൻ നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഒളിവിൽ കഴിയുന്ന ആന്റണിക്കും ജിൻസണും വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവർ കേരളം വിട്ടതായാണ് സൂചന. തയ്യൽ ജോലിക്കാരനായിരുന്ന ആന്റണി ആശാൻ പറമ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ വൻതോതിൽ സ്വത്ത് സമ്പാദിച്ചുവെന്ന ആരോപണവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ആന്റണിയെയും ജിൻസണെയും പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിലും നഗരസഭ വൈസ് ചെയർമാൻ, കൗൺസിലർ എന്നീ സ്ഥാനങ്ങളിൽ ഇരുവരും തുടരുന്നുണ്ട്. കേസിൽ ഇവരുടെ കൂട്ടാളികളായ 4 ഗുണ്ടകൾ നേരത്തെ അറസ്റ്റിലായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വിദ്യാർത്ഥിക്ക് സദാചാര പോലീസിന്റെ മർദ്ദനം. കാസർഗോഡ് ചെർക്കളയിൽ സദാചാര പോലീസ് ചമഞ്ഞ് വിദ്യാർത്ഥിക്ക് ഗുണ്ടാമർദ്ദനം. സൈനബ സ്മാരക BEd കോളേജ് വിദ്യാർത്ഥി പൃഥ്വിരാജനാണ് സഹപാഠികളായ വിദ്യാർത്ഥിനികൾക്കൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ആക്രമണമുണ്ടായത്. തലയ്ക്കും കൈക്കും ഗ്ലാസ് കൊണ്ടുള്ള കുത്തേറ്റ് സാരമായ പരിക്കുകളോടെ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് സൈനബ സ്മാരക BEd കോളേജിലെ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള 2 വിദ്യാർത്ഥികളെയും 8 വിദ്യാർത്ഥിനികളെയുമാണ് ചെർക്കളയിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ 10ഓളം പേർ അടങ്ങുന്ന സംഘം മർദ്ദിച്ചത്. വിദ്യാർത്ഥിനികൾക്കൊപ്പം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിനെ സംഘം ചോദ്യം ചെയ്തു. തങ്ങൾ സഹപാഠികളാണെന്ന് കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ അംഗം കൂടിയായ പൃഥ്വിരാജ് സംഘത്തെ അറിയിച്ചെങ്കിലും ആക്രമിക്കുകയാണുണ്ടായത്. നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ബർത്ത്ഡേ പാർട്ടിക്ക് പോയതാണ്. ആ സമയത്ത് കുറേ ആൾക്കാരൊന്ന് ചോദ്യം ചെയ്തു, വിദ്യാർത്ഥികളൊന്നും ചെയ്യുന്നതിനാണ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ കൂട്ടുകാരാണ്, ഒരേ ക്ലാസ്സിലുള്ളവരാണ്. ഒരേ ക്ലാസ്സിലുള്ളവർ ഒന്നിച്ച് വരാൻ പാടില്ല പറഞ്ഞു. എന്നാൽ മാറിയിരുന്നു. ആദ്യം ബില്ലെടുക്കാൻ പോകുമ്പോൾ ആദ്യം വന്നിട്ട് പ്രശ്നം ചെയ്തു. അപ്പോഴേക്ക് കുറേ ആൾക്കാർ വന്ന് അടിക്കാൻ ചെയ്തു. നമുക്ക് അവരൊരു പരിചയം, ഇതിനു മുമ്പ് അങ്ങനെ അവർ വ്യക്തിവിരോധമൊന്നുമില്ല. നമ്മൾ ക്യാമ്പസ് ഒരു ടീച്ചർ എഡ്യൂക്കേറ്റഡ് കോളേജാണ്. നമ്മൾ നേരെ ക്യാമ്പസിലേക്ക് വരും, നേരെ പോകും. അങ്ങനെ ഇഷ്യൂന്ന് നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ല. കുപ്പി ഗ്ലാസ് കൊണ്ട് അടിക്കുകയാണ് ചെയ്തത്. ഞാൻ കൈ വെച്ചു, അപ്പോഴത്തേക്ക് കൈക്കൊണ്ട് തലക്കാണ് അടിച്ചത്. തലക്കടിച്ചതിന് ശേഷം ആ ചില്ല് കൈക്കൊണ്ട് നരുമ്പ് കട്ടായിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ തലയ്ക്കും കൈക്കും കുപ്പി കൊണ്ടുള്ള കുത്തേറ്റ് സാരമായ പരിക്കുണ്ട്. പൃഥ്വിരാജിനെ ചെങ്ങളയിലെ EK നായനാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരിഫ്, ജുനൈദ്, ഫൈസൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയതെന്നും ഇവർ മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകരാണെന്നും പരാതിയിൽ പറയുന്നു. വിദ്യാനഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് SFI ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കണ്ണൂർ നടുവിൽ പഞ്ചായത്ത് ജനവാസ കേന്ദ്രങ്ങളിലും ക്വാറി മാഫിയ പിടിമുറുകുന്നു. നേരത്തെ മലമുകളിൽ അനധികൃതമായി ഇവർ നടത്തിയ കയ്യേറ്റം വാർത്തയായപ്പോൾ അധികൃതർ ഇടപെട്ട് നിർത്തിവെപ്പിക്കുകയായിരുന്നു. നടുവിൽ പഞ്ചായത്തിൽ ക്വാറി മാഫിയ ജനവാസ മേഖലകളടക്കം കയ്യേറുകയാണ്. മുൻപ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉന്നയിച്ച് ജനങ്ങൾ നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മലയോരം വിടേണ്ടി വന്ന ക്വാറി മാഫിയാണ് ഇപ്പോൾ അനധികൃത ക്വാറികൾ ജനവാസ കേന്ദ്രത്തിൽ തന്നെ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തൊട്ട് ഇവിടെ ഈ റോഡ് പണിക്ക് വേണ്ടി ചെറിയ തോതിൽ കല്ല് പൊട്ടിക്കുന്ന രൂപയാണ് അതിഭീകരമായ രൂപത്തിലാണ് ഇവിടെ സ്ഫോടനങ്ങൾ നടന്ന് പാറകൾ പൊട്ടിക്കുന്നത്. പടിഞ്ഞാറേ കവലയ്ക്ക് 200 മീറ്റർ ദൂരത്ത് ഉഗ്രസ്ഫോടനം നടന്നതോടെ തുമ്പുങ്കൽ കുട്ടന്റെ പേരക്കുട്ടി ലാനൽ തലകറങ്ങി വീണു. ഞാൻ വൈകുന്നേരം ഒരു വെടി വെക്കുന്നത്. ആ വെടി വെച്ചപ്പം കൊച്ചു മിറ്റത്തായിരുന്നു. കൊച്ചു ഓടി അകത്ത് കയറി ബോധം കിട്ടുകയുള്ളൂ. ഈ മലയുടെ മറുഭാഗം 100-ലധികം വീടുകളുണ്ട്. പരിസ്ഥിതി ലോല പ്രദേശമാണിവിടം. നടുവിൽ പഞ്ചായത്ത് അംഗം ത്രേസ്യാമ്മ ജോസഫിന്റെ സഹോദരൻ ചൂരത്തിൽ ജോയിയുടെ ഭൂമിയിലാണ് ക്വാറി. നിബന്ധനകളൊന്നും പാലിക്കാതെ പഞ്ചായത്തിന്റെ മൗനസമ്മതത്തോടെയാണ് ക്വാറി നടത്തുന്നതെന്ന് പഞ്ചായത്ത് അംഗം ഷീബയടക്കം സാക്ഷ്യപ്പെടുത്തുന്നു. പഞ്ചായത്ത് ഒരു അനുമതിയും ഇതിന് കൊടുത്തിട്ടില്ല. പഞ്ചായത്തുമായിട്ട് ഒരു ധാരണയും ഉണ്ടായിട്ടുമില്ല, ആലോചന ഉണ്ടായിട്ടുമില്ല ഇതിന്റെ കാര്യത്തിൽ. ഇവിടെ പ്രവൃത്തി നടക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയോളായി. നടുവിൽ പഞ്ചായത്തിൽ നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. സന്നിധാനത്ത് പാദരക്ഷ ധരിച്ച് കയറിയുന്ന വിവാദത്തിൽ ശബരിമല സ്പെഷ്യൽ ഓഫീസർ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചു. സുരക്ഷയുടെ ഭാഗമായി പെട്ടെന്ന് ഓടിക്കയറിയപ്പോൾ സംഭവിച്ച പിശകാണെന്നാണ് വിശദീകരണം. കഴിഞ്ഞ ദിവസമായിരുന്നു സ്പെഷ്യൽ ഓഫീസറും 2 പോലീസ് ഉദ്യോഗസ്ഥരും സന്നിധാനത്ത് പാദരക്ഷ ധരിച്ച് പ്രവേശിച്ചത്. സന്നിധാനത്ത് പാദരക്ഷകൾ ധരിച്ച് സ്പെഷ്യൽ ഓഫീസറും 2 പോലീസ് ഉദ്യോഗസ്ഥരും കയറിയ വാർത്ത വിവാദമായതിനെ തുടർന്നാണ് സ്പെഷ്യൽ ഓഫീസർ തന്നെ അതിൽ വിശദീകരണവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം സെക്യൂരിറ്റി ചെക്കിങ്ങിന്റെ ഭാഗമായി വളരെ പെട്ടെന്ന് സന്നിധാനത്തേക്ക് കയറിയപ്പോൾ സംഭവിച്ച പിശകാണെന്നും അതിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നതായും സ്പെഷ്യൽ പോലീസ് ഓഫീസർ രമേഷ് കുമാർ പറഞ്ഞു. 2 ദിവസം മുമ്പ് നമ്മൾ സെക്യൂരിറ്റി അറേഞ്ച്മെന്റിന്റെ അവലോകനത്തിനായിട്ട് പെട്ടെന്ന് കയറിയ സമയത്ത് യാദൃച്ഛികമായി ഉണ്ടായ ഒരു പിഴവാണ്. ആ പിഴവ് മൂലം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കേസിലെ SO എന്ന നിലയിൽ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു സ്പെഷ്യൽ പോലീസ് ഓഫീസർ രമേഷ് കുമാറും 2 പോലീസുകാരും പാദരക്ഷകൾ ധരിച്ച സന്നിധാനത്ത് കയറിയത്. ഇത് വിവാദമാവുകയും വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. സോളാർ കേസിൽ ഉമ്മൻചാണ്ടി സ്റ്റേ ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി കോടതി തള്ളി. ഡിസംബർ 1 ഉമ്മൻചാണ്ടി കോടതിയിൽ നേരിട്ട് ഹാജരായി തെളിവുകൾ നൽകണമെന്നും ബംഗളൂരു കോടതി പറഞ്ഞു. സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട വ്യവസായിയായ MK കുരുവിളയിൽ നിന്ന് പണം തട്ടിയ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 1,61,00,000 രൂപ കുരുവിളയ്ക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ഒക്ടോബർ 24 ബംഗളൂരു അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരുന്നു. തന്റെ വാദം കേൾക്കാതെയാണ് കോടതി വിധി പ്രഖ്യാപിച്ചതെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വാദം. എന്നാൽ വിധി സ്റ്റേ ചെയ്യണമെന്ന ഉമ്മൻചാണ്ടിയുടെ അഭ്യർത്ഥന കോടതി തള്ളി. വിധി നടപ്പിലാക്കാൻ ജനുവരി 26 വരെ സമയമുള്ളതിനാൽ ഇപ്പോൾ സ്റ്റേ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞു. ഡിസംബർ 1 ഉമ്മൻചാണ്ടി കോടതിയിൽ നേരിട്ട് ഹാജരാകണം. എന്തുകൊണ്ടാണ് വിചാരണ വേളയിൽ കോടതിയിൽ ഹാജരാവാതിരുന്നതെന്ന് വിശദീകരിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. തനിക്ക് നീതി ലഭിക്കുമെന്ന് ഉറപ്പായതായി അന്യായക്കാരൻ MK കുരുവിള പറഞ്ഞു. എനിക്ക് ഏതായാലും കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് തീർച്ചയായിട്ടും എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഉമ്മൻചാണ്ടി ആ വിധി സ്റ്റേ ചെയ്യണമെന്ന് കൊടുത്ത അപ്ലിക്കേഷൻ ഇന്ന് ഡിസ്മിസ് ചെയ്തു. കേസിൽ സ്റ്റേ ലഭിച്ചാൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും രക്ഷപ്പെടാമെന്ന ഉമ്മൻചാണ്ടിയുടെ കണക്കുകൂട്ടലുകളാണ് ഇതോടെ തെറ്റിയത്. ന്യൂസ് ഡെസ്ക്. ഉത്തർപ്രദേശ് ട്രെയിൻ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 145ആയി. 110 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. റെയിൽ ഗതാഗതം ഇന്ന് രാത്രിയോടെ പുനഃസ്ഥാപിക്കുമെന്ന് റെയിൽവേ മന്ത്രി അറിയിച്ചു. അതേസമയം അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്നലെ പുലർച്ചെയുണ്ടായ ട്രെയിൻ അപകടത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയായെങ്കിലും നിരവധി പേർ ഗുരുതരാവസ്ഥയിലുള്ളതിനാൽ മരണസംഖ്യ ഉയരുകയാണ്. ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച പുലർച്ചെയും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. തകർന്ന കോച്ചുകൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ചുമാറ്റിയാണ് ട്രാക്കിൽ നിന്ന് നീക്കിയത്. ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു പാർലമെന്റിനെ അറിയിച്ചു. കൊൽക്കത്ത റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ PK ആചാര്യയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാരോടും ലോക്കോ പൈലറ്റ് ഉൾപ്പെടെ ജീവനക്കാരോടും അന്വേഷണ സംഘം മൊഴിയെടുക്കും. ട്രാക്കിലെ കേടുപാടുകളാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. 500 കോടി രൂപ ചെലവഴിച്ച് മകളുടെ വിവാഹം നടത്തിയ കർണാടക മുൻ മന്ത്രിയും ഖനി വ്യവസായിയുമായ ജനാർദ്ദന റെഡ്ഡിയുടെ ബെല്ലാരിയിലെ ഖനി കമ്പനിയിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി. ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസിന് വെള്ളിയാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നും നിർദ്ദേശം. വിവാഹം നടന്ന് 5 ദിവസങ്ങൾക്ക് ശേഷമാണ് ആദായ നികുതി വകുപ്പ് പരിശോധനയ്ക്കെത്തിയത്. ജനാർദ്ദന റെഡ്ഡിയുടെ വീട്ടിലും ഓഫീസുകളിലും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തി. ബെല്ലാരിയിലെ 4 വീടുകളിലും ഖനി കമ്പനി ഓഫീസിലുമാണ് പരിശോധന നടത്തിയത്. ഇവിടെ നിന്നും നിർണായക രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് വിവരം.
15 ചോദ്യങ്ങളടങ്ങിയ 3 പേജ് നോട്ടീസ് ആദായ നികുതി വകുപ്പ് അധികൃതർ നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയ്ക്കകം നോട്ടീസിന് മറുപടി നൽകിയിരിക്കണം. കോടികളുടെ നികുതി വെട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് ജനാർദ്ദന റെഡ്ഡിക്കെതിരെ വിവരാവകാശ പ്രവർത്തകനും മുതിർന്ന അഭിഭാഷകനുമായ ടി നരസിംഹമൂർത്തി സമർപ്പിച്ച പരാതിയിന്മേലാണ് നികുതി വകുപ്പിന്റെ നടപടി. അനധികൃത ഖനന കേസിൽ 2011 അറസ്റ്റിലായ റെഡ്ഡി 3.5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച് 2015 ജനുവരിയിലാണ് പുറത്തിറങ്ങിയത്. നോട്ട് നിരോധനത്തെ തുടർന്ന് രാജ്യം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഘട്ടത്തിൽ കർണാടകയിലെ BJP നേതാവ് മകളുടെ അത്യാഡംബര വിവാഹം നടത്തിയതിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. മകളുടെ ആഡംബര വിവാഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ആർക്കു വേണമെങ്കിലും അന്വേഷണം നടത്താമെന്നാണ് റെഡ്ഡിയുടെ പക്ഷം. സ്വത്ത് വിറ്റാണ് മകളുടെ വിവാഹം നടത്തിയിരിക്കുന്നതെന്നും റെഡ്ഡി പറയുന്നു. ഇവന്റ് മാനേജ്മെന്റിനെ വിവാഹ ചടങ്ങുകൾ ഏൽപ്പിച്ചിരുന്നുവെന്നും ഇതിനായി ചെക്കാണ് നൽകിയതെന്നും അദ്ദേഹം പറയുന്നു. BJP നേതാവ് യെഡ്യൂരപ്പ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിവാഹത്തിനെത്തിയിരുന്നു. കോൺഗ്രസ് നേതാക്കളും ബോളിവുഡ് താരങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ബോളിവുഡ് സിനിമകൾക്ക് സെറ്റ് ഒരുക്കുന്നവരായിരുന്നു വിവാഹത്തിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയത്. LCD സ്ക്രീൻ ഘടിപ്പിച്ച വിവാഹക്കുറിയാണ് തയ്യാറാക്കിയത്. 14 കോടി വില വരുന്ന സാരിയും 90 കോടി രൂപയുടെ ആഭരണങ്ങളും വധു ധരിച്ചിരുന്നു. 30 മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാരാണ് വിവാഹത്തിന് നേതൃത്വം നൽകിയത്. വിവാഹത്തിനെത്തുന്ന VIP-കൾക്ക് പറന്നിറങ്ങാൻ 15 ഹെലിപാഡും സജ്ജമാക്കിയിരുന്നു. കർണാടക രാഷ്ട്രീയത്തിലെ ഏറ്റവും പണക്കാരനായ നേതാവാണ് ജനാർദ്ദന റെഡ്ഡി. ആഡംബര ജീവിതം കൊണ്ട് റെഡ്ഡി നേരത്തെ തന്നെ വാർത്തകളിൽ താരമാണ്. നവംബർ 16 ജനാർദ്ദന റെഡ്ഡിയുടെ മകൾ ബ്രാഹ്മണിയും ബിസിനസ്സുകാരനായ രാജീവ് റെഡ്ഡിയും തമ്മിലുള്ള വിവാഹം. ന്യൂസ് ഡെസ്ക്. കണ്ണൂരിൽ അക്രമകാരികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബോംബ് നിർമ്മാണവും ആയുധ ശേഖരണവും തടയാൻ ശക്തമായ നടപടിയെടുക്കുമെന്നും സർവകക്ഷി യോഗത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു. പ്രതികളെ മോചിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നത് അവസാനിപ്പിക്കാനും പ്രാദേശിക പ്രശ്നങ്ങൾ പ്രാദേശികമായി തന്നെ പരിഹരിക്കാനും സർവകക്ഷി യോഗത്തിൽ ധാരണയായി. കണ്ണൂരിൽ അക്രമങ്ങൾ അവസാനിപ്പിച്ച് ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേർന്നത്. അക്രമകാരികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് യോഗശേഷം മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് കുറ്റവാളികൾക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടി സ്വീകരിക്കുന്നു. അത് കൂടുതൽ ശക്തമാക്കണം. ആയുധ നിർമ്മാണവും ബോംബ് നിർമ്മാണവും കണ്ടെത്താനുള്ള കൂടുതൽ തീവ്രമായ നടപടികൾ പോലീസ് സ്വീകരിക്കും. വീടുകളും പാർട്ടി ഓഫീസുകളും ആക്രമിക്കുന്ന നില ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല എന്ന് എല്ലാ കക്ഷികളും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതികളെ മോചിപ്പിക്കാനായി രാഷ്ട്രീയ പാർട്ടികൾ സമ്മർദ്ദം ചെലുത്തുന്നത് അവസാനിപ്പിക്കണമെന്നും ആരാധനാലയങ്ങൾ ചിലർ കൈയടക്കി വെക്കുന്ന അവസ്ഥ മാറണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തുടർന്നും ഉഭയകക്ഷി ചർച്ചകൾ നടത്താനും പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ചർച്ച നടത്താൻ പ്രാദേശികാടിസ്ഥാനത്തിൽ സംവിധാനമൊരുക്കാനും യോഗത്തിൽ ധാരണയായി. സർവകക്ഷി യോഗത്തിന്റെ തീരുമാനം ഉൾക്കൊള്ളാതെ പ്രവർത്തകർ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അവരെ പാർട്ടികൾ തള്ളിപ്പറയാനും സർവകക്ഷി യോഗം തീരുമാനിച്ചു. ഇതോടെ കണ്ണൂരിലെ സംഘർഷാവസ്ഥയ്ക്ക് അവസാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, KK ശൈലജ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവരും എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. വയനാട് ബത്തേരിയിൽ MLA ഫണ്ടും പട്ടികവർഗ വകുപ്പിന്റെയും ഫണ്ട് ഉപയോഗിച്ച് 2011 മുതൽ 2015 വരെയുള്ള പകൽ വീട് പദ്ധതി പ്രകാരമുള്ള നിർമ്മാണങ്ങളിൽ ക്രമക്കേട്. ഒറ്റമുറിയുള്ള ചെറിയ വീടുകൾക്ക് 6 ലക്ഷം രൂപ വരെ ചെലവിട്ടുവെന്നാണ് കണക്ക്. 9 കോളനികളിലായി 9 പകൽ വീടുകളാണ് ബത്തേരി നിയോജക മണ്ഡലത്തിൽ ഇത്തരത്തിൽ നിർമ്മിച്ചത്. ബത്തേരിയിലെ കുറുമ കോളനികളിൽ നടത്തിയ പകൽ വീട് നിർമ്മാണങ്ങളിൽ ലക്ഷങ്ങളുടെ വെട്ടിപ്പ് നടന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. ഒറ്റ പ്ലാനിൽ നിർമ്മിക്കേണ്ട വീടുകൾ പല കോളനികളിലും പലവിധം. 600 മുതൽ 700 സ്ക്വയർ ഫീറ്റ് വീടിന് 1.5 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ നൽകുന്ന സ്ഥാനത്ത് ഒരു പകൽ വീടിന് ഒറ്റമുറിക്ക് അനുവദിച്ചത് 4 ലക്ഷം രൂപ മുതൽ 6 ലക്ഷം രൂപ വരെയാണ്. ഇതിന്റെ പകുതി തുക പോലും ഇവിടൊന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുമില്ല. പല കോളനികളിലും ഇപ്പോഴിത് ദൈവപുരയാണ് ഉപയോഗിക്കുന്നത്. ബത്തേരി എന്ന് പറയുന്നത് നിച്ചമ്പേൽ അത് ഇതുപോലെ തന്നെ ചെറിയ വീടുകളാണ്. അപ്പോൾ ഇത് ഇത്രയും എല്ലാ വീടുകളും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണക്കാരനൊരു വീട്ടിൽ 3 ലക്ഷം രൂപ മുടക്കി നല്ല രൂപത്തിൽ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചെങ്കിലും നന്നാക്കി ചെയ്തുകൂടാ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. വീടില്ലാതെ ആദിവാസികൾ ദുരിത ജീവിതം നയിക്കുമ്പോഴാണ് തലതിരിഞ്ഞ ഫണ്ടുപയോഗവും അഴിമതിയും പകൽ വീടിന്റെ പേരിൽ ബത്തേരിയിൽ നടന്നത്. 50 ലക്ഷത്തോളം രൂപ 9 പകൽ വീടുകൾക്കായി ചെലവായതായാണ് കണക്കുകൾ. ഇതു സംബന്ധിച്ച അഴിമതിയിൽ നിയമ നടപടികൾക്കൊരുങ്ങുകയാണ് കോളനിക്കാർ. ന്യൂസ് ബ്യൂറോ, വയനാട്. വയനാട് ബത്തേരി കാർഷിക വികസന ബാങ്കിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നതായി വിജിലൻസ് റിപ്പോർട്ട്. ബാങ്കിൽ ജോലി നൽകുന്നതിനും സ്ഥിരപ്പെടുത്തുന്നതിനും ലക്ഷങ്ങൾ കോഴ വാങ്ങിയതിന് തെളിവുണ്ടെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ബാങ്ക് ഭരണസമിതിയെ പിരിച്ചുവിടാനും റിപ്പോർട്ടിൽ ശുപാർശ.
കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതി കോടികളുടെ അഴിമതി നടത്തിയെന്ന പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. 21 ജീവനക്കാരെ നിയമിച്ചതിലും സ്ഥിരപ്പെടുത്തിയതിലും ബാങ്ക് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ KK ഗോപിനാഥൻ അഴിമതി നടത്തിയതായും പണം സമ്പാദിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. സഹകരണ സംഘം മുൻ രജിസ്ട്രാർ KG ചന്ദ്രശേഖരൻ അഴിമതിക്ക് കൂട്ടുനിന്നു. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാണ് വിജിലൻസ് നിലപാട്. അന്വേഷണം അട്ടിമറിക്കാനിടയുള്ളതിനാൽ നിലവിലെ ഭരണസമിതി പിരിച്ചുവിടണമെന്നും ശുപാർശയുണ്ട്. ഈ ഭരണസമിതിക്ക് കീഴിൽ ബാങ്കിന് 4 വർഷത്തിനിടെ 6 കോടി രൂപ നഷ്ടമുണ്ടായതായി സഹകരണ വകുപ്പിന്റെ സ്പെഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ടിലും കണ്ടെത്തിയിരുന്നു. പ്രമുഖ കോൺഗ്രസ് നേതാവടക്കം അഴിമതിയിൽ കുടുങ്ങിയതോടെ ജില്ലയിൽ ഇത് സംബന്ധിച്ച വിവാദവും മുറുകുകയാണ്. ബാങ്ക് പ്രസിഡന്റായ ഗോപിനാഥനും മുൻ ജയറായിരുന്ന ചന്ദ്രശേഖരനും കൂടി അഴിമതി നടത്തി ഗൂഢാലോചന നടത്തിയെന്നുവരെ വിജിലൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ ഗോപിനാഥനെയും അവരെയും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഉദ്യോഗസ്ഥ തലത്തിൽ സ്വീകരിച്ചു പോകുന്നത്. സഹകരണ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണയോടുകൂടി ഇദ്ദേഹം വീണ്ടും തുടരുക. നേരത്തെ KPCC നിയോഗിച്ച അന്വേഷണ സമിതിയടക്കം ബാങ്കിലെ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. ഇതെല്ലാം ശരിവെക്കുന്നതാണ് വിജിലൻസ് ഡിവൈഎസ്പി വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. അനൂപ് KR, വയനാട്. ക്യാൻസർ ബാധിതനായ മകന് തുടർ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് പിതാവ് മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി. തൊടുപുഴ മലങ്കര തോട്ടത്തിലാണ് നാടിനെ ആശങ്കയിലാഴ്ത്തിയ നാടകീയ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് സമാപിക്കുന്നു. നമസ്കാരം. ക്യാൻസർ ബാധിതനായ മകന് തുടർ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്നാണ് തൊടുപുഴ മലങ്കര തോട്ടത്തിലെ തൊഴിലാളിയായ ബിനികുമാർ ആത്മഹത്യ ചെയ്യാൻ റബ്ബർ മരത്തിന്റെ മുകളിൽ കയറിയത്. തിരുവനന്തപുരം RCCയിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം കോട്ടയം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തി തുടർ ചികിത്സയിലായിരുന്നു ബിനുകുമാറിന്റെ നന്ദു എന്ന 9-കാരൻ. കടുത്ത പനിയെ തുടർന്ന് മലങ്കര തോട്ടത്തിലെ ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചതോടെയാണ് പ്രശ്നം ഉടലെടുത്തത്. ഡോക്ടറുടെ യോഗ്യതയിൽ സംശയം തോന്നിയ ബിനുകുമാർ പ്ലാന്റേഷൻ അധികാരികൾക്ക് പരാതി നൽകി. ഇതോടെ കമ്പനി അധികൃതർ ഈ ഡോക്ടറെ തോട്ടം ആശുപത്രിയിൽ നിന്നും ഒഴിവാക്കി. രോഗം മൂർച്ഛിച്ചതോടെ മകനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ ബിനുകുമാർ അനുമതി പത്രം ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് നൽകാൻ കമ്പനി അധികൃതർ കൂട്ടാക്കിയില്ലെന്ന് തൊഴിലാളികൾ തന്നെ പറയുന്നു. പലപ്പോഴും ഇങ്ങനെ റെഫറൻസ് ചീട്ട് കൊടുക്കാറില്ലായിരുന്നു. മുൻപിരുന്ന ഡോക്ടർ റെഫറൻസിനായിട്ട് ആളുകൾക്ക് ചീട്ട് കൊടുക്കാറില്ലായിരുന്നു. മകന്റെ തുടർ ചികിത്സ നിഷേധിച്ച കമ്പനി ബിനുകുമാറിനെതിരെ പോലീസിൽ പരാതിയും നൽകി. ഇതോടെയാണ് ബിനുകുമാർ മണ്ണെണ്ണയും കയറുമായി റബ്ബർ മരത്തിന് മുകളിൽ കയറി ആത്മഹത്യ ഭീഷണി മുഴക്കിയത്. ഏറെ നേരം പോലീസും സഹപ്രവർത്തകരും നടത്തിയ അനുരഞ്ജനത്തിനൊടുവിലാണ് ആത്മഹത്യാ ശ്രമത്തിൽ നിന്നും ബിനുകുമാർ പിന്മാറിയത്. പ്രശ്നത്തിന് നാളെ പരിഹാരം ഉണ്ടാക്കുമെന്ന് പോലീസ് ഉറപ്പും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.